ഒരായുഷ്കാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് വ്യവസ്ഥാപിതമായ അഴിമതിയുടെ ഭാരം സ്വന്തം തലയിലേറ്റി വഴിയേതും കാണാതെ ജീവൻ വെടിഞ്ഞൊരു മനുഷ്യനോട് പാർട്ടിക്ക് ദയയില്ലേ? ആരോപിതരെ സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? കൊലയ്ക്ക് കൊടുത്തത് കോൺഗ്രസോ? സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. CPM-ൽ നിന്ന് ശ്രീ പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം. ഡോക്ടർ ജിൻഡോ ജോൺ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരുകയും ചെയ്യും. ആദ്യം ശ്രീ പ്രകാശൻ മാസ്റ്റർ, വ്യവസ്ഥാപിതമായ അഴിമതി ചുമലിലേറ്റി എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട്. അഴിമതി സ്വാഭാവികമാണ് എന്ന തരത്തിൽ ദഹിച്ചു പോയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന്. പക്ഷേ ഇതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, ഇതിനൊരു കരാറുണ്ട് എന്നുള്ളതാണ്. ജോലിക്ക് നിയമനത്തിന് വേണ്ടി പണം കൊടുക്കുന്നു, നിയമനമില്ലെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണം എന്നു പറഞ്ഞുകൊണ്ട് കരാറിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ കരാറിൽ ഏർപ്പെട്ട അഴിമതി നടത്തുക, അത് പാർട്ടിയുടെ പരാധീനത തീർക്കാനെന്ന് പാർട്ടി നേതൃത്വത്തെ ഒരാൾ എഴുതി അറിയിക്കുക, അതിനുശേഷം മറ്റാരും അതായത് ഇത് വീതം വെച്ചു കിട്ടിയപ്പോൾ അത് കയ്യേറ്റു വാങ്ങിയവരാരും ജോലി കിട്ടാതെ ആളുകൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ അതിന് പരിഹാരം കാണാതെ വന്നപ്പോൾ സ്വന്തം ആസ്തി വിറ്റതിന് പരിഹാരം കാണുക, കടക്കടി കൊണ്ട് മുടിയുക, വലയുക, മറ്റു നിവൃത്തിയില്ലാതെ വയ്യാത്തൊരു മകന് കൂടി അവൻ്റെ കൂടി ജീവൻ ബലി കൊടുത്ത് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വ്യവസ്ഥാപിതമായ എന്ത് അഴിമതിയാണ് ഉണ്ടാവേണ്ടത്? ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറയേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കൊടുമ്പിരിക്കൊണ്ടൊരു ചർച്ച ഈ വിഷയം സംബന്ധിച്ച് നടക്കുകയാണ്. നിർഭാഗ്യവശാൽ CPM-ഓ ഇടതുപക്ഷമോ ആണെങ്കിൽ വളരെ സജീവമായ വിഷയമായി മാതൃഭൂമി ചർച്ച ചെയ്യുമായിരുന്ന ഒരു വിഷയം ഇന്ന് മാത്രമേ മാതൃഭൂമിക്ക് ചർച്ചക്കെടുക്കാൻ തോന്നിയുള്ളൂ എന്നുള്ളത് പ്രേക്ഷകർ കൂടി അറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, വ്യവസ്ഥാപിതമായ അഴിമതി എന്ന് പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കണ്ണൂർ ജില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ്. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല CPIM. ഇനി CPIM-ൻ്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ അത്തരം അന്യായം കാണിച്ചുവെങ്കിൽ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നിലപാട് CPM ഒരിക്കലും സ്വീകരിക്കാറില്ല. അത്തരം കാര്യങ്ങൾ കർശനമായ നിലക്കുള്ള നിലപാടും നടപടിയും ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ CPM എടുക്കുമെന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അഴിമതി വ്യവസ്ഥാപിതമാണോ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. പക്ഷേ പല സ്ഥാപനങ്ങളിലും കോൺഗ്രസിൻ്റെ ആളുകൾ നിയമനത്തിന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ജില്ലയുടെ കൂടി ഒരു അനുഭവമാണ്. ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്താ? ഒരു സ്ഥാപനത്തിൽ സീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ അന്യായമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നു. അതിന് ചുമതലക്കാരനാണ് വിജയൻ. ആ വിജയൻ 22 പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായിട്ട് ഏർപ്പാടുകൾ ചെയ്യുന്നു. പക്ഷേ അവിടെ കോൺഗ്രസിന് ഭരണം തിരിച്ചു കിട്ടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള 32 ലക്ഷം രൂപ അത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ട് വന്നിട്ടുള്ളയാളെന്നുള്ള നിലക്ക് വിജയൻ കയ്യേൽക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് 2-3 സന്ദർഭങ്ങൾ, അദ്ദേഹത്തിൻ്റെ കത്ത് പരിശോധിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല 2-3 സന്ദർഭങ്ങളിലായിട്ട്, ഇപ്പോൾ ബത്തേരി അർബൻ ബാങ്കിലെ അനധികൃത നിയമനത്തിന് 17 പേരുടെ ലിസ്റ്റ് നേരത്തെ നൽകിയെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അവിടുത്തെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോർജാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, വളരെ കൃത്യമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ കത്തിൽ പറയുന്നുണ്ട്. KK ഗോപിനാഥ് മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ്, ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയിരിക്കുന്ന 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് എങ്ങനെ ബാധ്യത വന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് IC ബാലകൃഷ്ണനെതിരായിട്ട് ഗൗരവമായിട്ടുള്ള ആക്ഷേപം, 7 ലക്ഷം രൂപ വാങ്ങിച്ച കേസ് വന്നപ്പോൾ 2 ലക്ഷം രൂപ പണമായിട്ട് കൊടുക്കുകയും ബാക്കി പൈസക്ക് എൻ്റെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് മറ്റൊരു ബാധ്യത. അതുപോലെ തന്നെ അർബൻ ബാങ്കിൽ ജോലിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന 10 ലക്ഷം രൂപ അതും മറ്റ് ആളുകൾ പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നതാണ്. അതെല്ലാം തൻ്റെ തലയിൽ വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് 2.5 കോടിയുടെ ബാധ്യത ഉണ്ടായി എന്നാണ്. അദ്ദേഹത്തിന് കത്ത് പരിശോധിച്ചാൽ കാണാം, നൂറ്റാണ്ട് കാലം, 50 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുള്ള എന്നോട് കാണിച്ചിരിക്കുന്ന അന്യായം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, മകന് മാനസികമായിട്ട് അസ്വസ്ഥയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ മകനോട് കാണിച്ച ക്രൂരത, തന്നോട് കാണിച്ച ക്രൂരത, അതെല്ലാം ആ കത്തിനകത്ത് പറയുന്നുണ്ട്. 7 കൊല്ലക്കാലം ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായി പ്രവർത്തിച്ച മനുഷ്യനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു പ്രയാസം അവർക്ക് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഈ അച്ഛൻ ആ ബാങ്കിലെ അവിടെ ജില്ലയിലെ ട്രഷറാണ്, KPC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ. കത്ത് കൊടുത്തിരിക്കുന്ന ആരാ? ഇവനെ എല്ലാം നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരിക്കുന്നത് DCC പ്രസിഡന്റാണ്. താൻ പോലും അറിയാതെ വേറെ ആൾ നിയമിക്കാൻ വേണ്ടി കത്ത് കൊടുത്തു എന്നുള്ളത് കത്തെല്ലാം ഇപ്പോൾ പരസ്യപ്പെട്ട് വന്നല്ലോ. അപ്പോൾ എത്രമാത്രം കടുത്ത അന്യായമാണ്
ഒരു മനുഷ്യനോട്, സാധാരണ മനുഷ്യനോട് പോലും ചെയ്യാൻ പാടില്ലാത്ത എന്ത് അന്യായമാണ് ഇവിടെ അദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കത്തിലൂടെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പലവട്ടം ഈ കാര്യം അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഒരിക്കലും പരിഹാരമുണ്ടായില്ല. അവസാനം 10 ദിവസക്കാലം കൂടി ടൈം കൊടുത്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിദയനീയമാണ്. ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന തികച്ചും മനുഷ്യത്വരഹിതവും അന്യായമായ നിലപാടിന്റെ രക്തസാക്ഷിയാണ് ഈ പറയുന്ന വിജയൻ എന്നുള്ളതാണ് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഒരു അതാണ് CPM പറയാനുള്ളത്. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? ശരി, അദ്ദേഹം ഉടൻ തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. നോക്കൂ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഞാൻ വ്യവസ്ഥാപിതമായ അഴിമതി എന്ന് പറയുന്നത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടല്ല. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം അഴിമതി കേസുകൾ നമ്മൾ ദിനേന എന്നതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടമായ അഴിമതി ഉണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമനത്തിന് വേണ്ടി പണം വാങ്ങുക, നിയമനം കിട്ടിയില്ലെങ്കിൽ അത് തിരികെ കൊടുക്കുക എന്ന് കരാർ എഴുതിയാണ് ഈ അഴിമതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും അറിഞ്ഞുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്ക് ഈ കത്തിനെ തള്ളി പറയാൻ കഴിയില്ല. കത്തിനെ തള്ളി പറഞ്ഞാൽ അത് എൻ എം വിജയനെ തള്ളി പറയുന്നത് പോലെയാണ്. എൻ എം വിജയനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് അവിടെ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അദ്ദേഹം മരിക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറയാൻ വളരെ ജനകീയ പ്രശ്നം ആയി മാറിയിട്ടുണ്ട്. CPM-കാർക്കും BJP-കാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഏറ്റവും അടുപ്പമുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നതുകൂടി മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കത്തിനെ തള്ളി പറയാനോ എൻ എം വിജയൻ ഉന്നയിച്ച കാര്യങ്ങളെ തള്ളി പറയാനോ കഴിയില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ള എന്ന് പ്രധാനമാണ്. അപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ വിശ്വാസത്തിലെടുക്കണം. കോൺഗ്രസിന് തള്ളി പറയാൻ കഴിയാത്ത ആരോപണങ്ങളെ പൊതുസമൂഹം വിശ്വാസത്തിലെടുക്കുമ്പോൾ ഇതിന് കോൺഗ്രസ് പാർട്ടി മറുപടി പറയണ്ടേ? കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഇതിന് മറുപടി പറയേണ്ടത്. വേറെ ആരാ മറുപടി പറയാൻ? ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇതുപോലെയൊരു സംഭവം കേരളത്തിൽ സംഭവിക്കരുതായിരുന്നു. കാരണം കേരളം പോലെ ഇത്ര ആധുനിക സമൂഹം എന്ന് നമ്മൾ തന്നെ സ്വയം വാഴ്ത്തുന്ന ഈ സമൂഹത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട ജീർണിച്ച ഒരിടപാട് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കരുതാത്ത കാര്യമാണ്. പക്ഷെ നടന്നുപോയി. കോൺഗ്രസിനകത്ത് എന്ത് ചെയ്യും? പോലീസ് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, അതൊക്കെ കാര്യം ശരിയാണ്. ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പോയി കുടുംബത്തെ സമാധാനിപ്പിച്ചാൽ ഒടുങ്ങുന്നതാണോ മാത്രം ഈ പ്രശ്നം? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒതുങ്ങുന്നതോ അല്ല ഈ പ്രശ്നം. അത് എന്താ അങ്ങനെ ഒടുങ്ങാനും ഒതുക്കാനും പാടില്ലാത്തതുമാണ്. ഒരു അഴിമതി ഉണ്ടായതിന്റെ രീതി ഉണ്ടായ അദ്ദേഹം ജീവൻ വെടിഞ്ഞു പോയാൽ അങ്ങനെ പാർട്ടിക്കാർ തമ്മിൽ കോംപ്രമൈസ് ആക്കിയ പോരാ. അങ്ങനെ കോംപ്രമൈസ് ആക്കി കൂടാ. ചിലപ്പം കോടതി വെറുതെ വിട്ടു എന്ന് വരും. കാരണം ഇതുപോലെയുള്ള കേസൊക്കെ കോടതിയിൽ ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ പറഞ്ഞ് എത്രയോ വർഷങ്ങളെടുക്കും. ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയണം. ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. എന്തൊക്കെയാണെങ്കിലും ശരി, കുറഞ്ഞ പക്ഷം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പറയുന്ന ആൾക്കാരെ പാർട്ടിയിൽ നിന്നൊന്ന് മാറ്റി നിർത്താനെങ്കിലുമുള്ള മര്യാദ നേതൃത്വം കാണിക്കണം. അത് ആ കുടുംബത്തോട് ചെയ്യുന്ന അല്പം നീതി നൽകലാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാം. നോക്കിപ്പോകും IC ബാലകൃഷ്ണന്റെ പേര് കൃത്യമായി പറയണം. IC ബാലകൃഷ്ണൻ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പരാതിയൊക്കെ കൊടുത്തു. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ND അപ്പച്ചൻ ഇതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല, അത് വ്യക്തിപരമായ ബാധ്യതയാണ് എന്നടക്കം പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും പകൽ പോലെ വ്യക്തമായ ആരോപണം അവിടെ നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ വെച്ചൊഴിഞ്ഞു പോകുന്നതിന് മുൻപ് എഴുതി വെച്ചുപോയ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താനുള്ള ശരി ഒരു ജനപ്രതിനിധി എന്നുള്ള പ്രിവിലേജ് ഉണ്ട് IC ബാലകൃഷ്ണൻ. എന്നിരിക്കട്ടെ, പാർട്ടി ചുമതലയുള്ളൂ DCC പ്രസിഡന്റിന്. അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ടേ? അദ്ദേഹത്തെ മാറ്റി നിർത്താതെ കോൺഗ്രസ് അപ്പോൾ ഇത്രയും കാലം ഉന്നയിച്ച ആരോപണങ്ങളുടെ ധാർമ്മിക അടിത്തറ എവിടെയാണ്? അതെ, അതാണ് ധാർമ്മികമായ അടിത്തറ. ഇത് ഞാൻ ഏത് പാർട്ടിയാണെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇതുപോലെയുള്ളൊരു സംഭവത്തിന് ഒരു പാർട്ടി നേതൃത്വം, ഒരു ജില്ലാ നേതൃത്വത്തിന് കൊട പിടിച്ചുകൂടാ, സംരക്ഷണം ഒരുക്കിക്കൂടാ. ഇത് DCC നേതൃത്വത്തിന്, DCC പ്രസിഡന്റിനും അവിടുത്തെ MLAയ്ക്കും ഒരു സുരക്ഷാ കവചം ഒരുക്കി കൊടുക്കുന്ന ബദ്ധപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്, വളരെ സങ്കടമുണ്ട്. ഇത് ഞാൻ ആവർത്തിക്കുന്നു മാധു, കേരളത്തിൽ ഇതുപോലൊരു സംഭവം നടന്നത് ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. വയനാട് ജില്ലയാണെന്നൊക്കെ പറയാം, പക്ഷേ അത് കേരളത്തിന്റെ ഭാഗമാണ്. അവിടെ ആരാ MP എന്നറിയാമല്ലോ. അതാണ് പ്രധാനം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, പ്രാഥമികമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. ആദ്യഘട്ടത്തിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങേക്ക് ജോയിൻ ചെയ്യാതിരുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്
ശ്രീ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള ആളുകളെ പാർട്ടിയുടെ അധികാര വ്യവസ്ഥയിൽ നിന്നെങ്കിലും കോൺഗ്രസ് മാറ്റി നിർത്താത്തത്? മാധു, ഇതിലൊരു പ്രശ്നമുള്ളത് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന ഈ കുറിപ്പ്, ആ കുറിപ്പ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ പലരുടെയും പേരുണ്ടല്ലോ. ആ കുറിപ്പിൽ പോലീസിൻ്റെ നിലപാട് എന്തായിരുന്നു? അത് ഫോറൻസിക് റിപ്പോർട്ടിനെ വിട്ടിട്ട് അതിനുശേഷം അത് പരിശോധിച്ച് നിലപാടെടുക്കുമെന്നാണ്. അതിനുശേഷം KPCCയുടെ സമിതി ആ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് പോലീസ് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അത് നിയമപരമായിട്ട് ഈ കേസിൽ ഈ പരാതിയിൽ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ നിയമപരമായിട്ട് അതിന് നീങ്ങട്ടെ. പക്ഷേ സംഘടനാപരമായി കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ അതിൽ കോൺഗ്രസ് പാർട്ടി ഇന്റേണലായിട്ടുള്ള അന്വേഷണം നടത്തി സംഘടനാപരമായി നടപടി സ്വീകരിക്കുകയും ആ നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ആളുകളെ CPM സ്വീകരിച്ച് അവർ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതാവായിട്ട് വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല 2016 മുതൽ വിജിലൻസിൻ്റെയും സംസ്ഥാന സഹകരണ വിജിലൻസിൻ്റെയും അതുപോലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടും ഒക്കെ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ടല്ലോ. ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി, ഇതുപോലെയുള്ള കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അതിൽ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കേണ്ടത്, അതിൽ കോൺഗ്രസ് അല്ലല്ലോ നിലപാടെടുക്കേണ്ടത്. പിണറായി സർക്കാരിന്റെ പോലീസിന്റെ നിലപാടാണോ? അവർ പല കാര്യങ്ങളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ കേസുകളിൽ അന്വേഷണത്തിലൊക്കെ വീഴ്ച വരുത്തുന്നു എന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ടല്ലോ. അപ്പോ ഫോറൻസിക് പരിശോധന നടത്തട്ടെ എന്ന പോലീസിന്റെ നിലപാട് കോൺഗ്രസ് എങ്ങനെ സ്വീകരിക്കും? അങ്ങനെ ഫോറൻസിക് പരിശോധന നടത്തി പോലീസ് സ്വീകരിക്കുന്ന നിലപാടിന് ശേഷം തങ്ങൾ അതുപോലെ അന്വേഷണം നടത്തി നിലപാട് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള കേസുകളിലൊന്നും കോൺഗ്രസിന് ആ നിലപാടല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല മാധു, ഇതിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ച് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ ഇത്തരം പരാതികൾ വന്നപ്പോൾ പരാതിയിൽ അന്വേഷിച്ച് നടപടി സ്വീകരിച്ചു. അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് സംഘടനാപരമായി നടപടി സ്വീകരിച്ച് പുറത്താക്കി. അവരെയാണ് CPM സ്വീകരിച്ചത്. ആ വിഷയോട് അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരെ CPM സ്വീകരിച്ച് അവരെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന സാഹചര്യം മറ്റു പല സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത്, അന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസിന്റെയും സഹകരണ വകുപ്പിന്റെ വിജിലൻസിന്റെയും മുമ്പിലുള്ള കേസിന്മേൽ നടപടിയെടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റല്ലേ? കോൺഗ്രസിന് സ്വന്തമായി പാർട്ടിയുടെ കോടതിയും നേരത്തെ കോൺഗ്രസിന്റെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷിച്ച് നടപടിയെടുത്തു. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ ഇപ്പോൾ ഈ TN പ്രതാപനും സണ്ണി ജോസഫും അന്നത്തെ ഇന്റേണൽ കമ്മിറ്റിയിലും അംഗങ്ങളായിരുന്നല്ലോ. അവരെന്ന് അന്വേഷിച്ചത് ഒരു അഴിമതിയും ക്രമക്കേടുമാണ്. ഇന്ന് കേരള പോലീസും ഇന്ന് കോൺഗ്രസിന്റെ ഇന്റേണൽ കമ്മിറ്റിയും അന്വേഷിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ്, പഴയ കേസല്ല. അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ. അപ്പൊ പഴയ അതേ വ്യാപ്തിയോടെ അതിനെ കാണുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. നിങ്ങൾക്ക് NM വിജയനെ അദ്ദേഹം എഴുതി വെച്ചു പോയി എന്ന് പറയുന്ന ഈ കുറിപ്പിനെ, അതിലെ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി പറയാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ സമ്മതിച്ചു. അല്ല മാധു, അതിലൊരു പ്രശ്നമുണ്ട്. ഇത് മനുഷ്യത്വ വിരുദ്ധം എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മരണം ഒരു കാരണവശാൽ നമ്മൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല. ഇനി കോൺഗ്രസ് പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയിലായാലും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത്. ഇന്നത്തെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള കോഴയും അഴിമതിയും നടത്തിക്കൊണ്ട് നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നല്ല. മുൻപ് പല കാലഘട്ടത്തിലും പലരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു ന്യായീകരണമല്ല. പക്ഷെ ഞാൻ അതിനപ്പുറം പറയട്ടെ, കോഴ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് തൊഴിൽ സമ്പാദിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമായിരുന്നു, അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നടത്തിയ ഇന്റേണൽ അന്വേഷണ കമ്മിറ്റിയിൽ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന്. അന്ന് നടപടി സ്വീകരിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞ NM വിജയന് ആ നടപടിയിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഈ കത്തെഴുതി വെച്ചു എന്ന് പറയുന്ന NM വിജയന് അന്നത്തെ നടപടിയിൽ പരാതി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ, അന്നത്തെ പരാതി അന്വേഷിക്കുമ്പോൾ NM വിജയന് പണം കൊടുത്തു എന്ന് ആരുടെയും പരാതിയില്ല. NM വിജയൻ പണം വാങ്ങിച്ചു എന്നുള്ള പരാതിയുമില്ല. അതുപോലെ KK ഗോപിനാഥിനെയും ഡോക്ടർ സണ്ണിയെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്ന സാഹചര്യത്തിൽ NM വിജയൻ ആ നടപടിയെ എതിർത്തിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങൾ മുൻപേ ഉള്ളതാണെങ്കിൽ NM വിജയൻ അന്ന് എതിർക്കണമായിരുന്നല്ലോ. അത്തരത്തിലൊരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പണം കൊടുത്തു എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ആ നിലയ്ക്ക് പോകാം. ഡോക്ടർ ജിൻഡോ ജോൺ, NM വിജയൻ ആരോപിച്ച കാര്യങ്ങളിൽ വസ്തുതയില്ല എന്നാണോ കോൺഗ്രസിന്റെ ഭാഷ്യം? അല്ല, മരണപ്പെട്ടു പോയ NM വിജയന്റേതെന്ന് പറഞ്ഞ് പുറത്തു വരുന്ന കത്താണ് നമ്മൾ പറയുന്നത്. NM വിജയൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്തരം ഒരു നിലപാടെടുത്തില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലോ CPMന്റെ മുമ്പിലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും മുമ്പിൽ ഒരു വിവരമുണ്ടോ? പാർട്ടി അപഹാസ്യമാകുന്നത്, പാർട്ടി അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ്. ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നത്. അത്രയും കാലം പാർട്ടി സംരക്ഷിക്കും, പാർട്ടി കൂടെ നിൽക്കും, പാർട്ടി പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണല്ലോ സകല വാതിലുകളും പോയി മുട്ടിയത്. എന്നിട്ട് അവസാനം പറയണ എന്റെ കുടുംബത്തെയെങ്കിലും ബാക്കിയുള്ളവരെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടാണ് പോകുന്നത്.
അപ്പൊ അതുവരെ വിളിച്ചു പറയാതിരുന്ന അതിലൊരു കുറ്റമായി പോയോ പാർട്ടിക്ക് ഇപ്പോ? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറയാം മാധു. ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഈ അവസാനം വന്ന ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് നമ്മൾ കോട്ട് ചെയ്യുന്ന ഈ കത്തുണ്ടല്ലോ, ആ കത്തിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്നേ. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ, മകന് ജോലി സ്ഥിരപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ്റെ മകന് ജോലി കൊടുക്കണം, സംരക്ഷിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പറയുന്നു എൻ്റെ മകനെ ഞാൻ മരണത്തോടൊപ്പം കൂട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെ അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്രമല്ല, നേരത്തെ പരാതി ഉന്നയിച്ചിട്ടുള്ള, ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള രാധാകൃഷ്ണന് 15 ലക്ഷം രൂപ അത് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. എന്നെ വിജയം മരണപ്പെടുന്നതിന് മുമ്പ് കൊടുത്ത് സെറ്റിൽ ചെയ്താണ്. രാധാകൃഷ്ണന് അങ്ങനെ ഒരു പരാതിയുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞ് പുറത്തു വന്ന ഈ കത്തിൽ വീണ്ടും രാധാകൃഷ്ണന്റെ പേര് എങ്ങനെ പരാമർശിക്കപ്പെട്ടു എന്ന് പരിശോധിക്കണ്ടേ? നമുക്ക് പരിശോധിക്കണ്ടേ? അതിന് അന്വേഷണങ്ങൾ നടക്കണമല്ലോ. ഇതിൽ കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പരിശോധനകൾ മാത്രമല്ല, സംസ്ഥാനത്തെ നിയമവ്യവസ്ഥ അന്വേഷിക്കണമല്ലോ. ഒന്ന് ആത്മഹത്യാ കുറിപ്പ്, ഒന്ന് മക്കൾക്ക് എഴുതിയത്, ഒന്ന് KPCC പ്രസിഡന്റിന് എഴുതിയത്, ഒന്ന് VD സതീശൻ എഴുതിയത്, അങ്ങനെ പല കുറിപ്പുകളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്നത് ശരി. പക്ഷേ പാർട്ടിയുടെ മുന്നിൽ ഈ കത്ത് വന്നിട്ടുണ്ട്, അത് പരിശോധിക്കപ്പെട്ടില്ല എന്നതും ശരിയല്ലേ? പാർട്ടിയുടെ മുന്നിൽ ഈ പരാതികളുണ്ട്. നിങ്ങൾ എന്തിനാണ് നേരത്തെ ഈ ഇന്റേണൽ കമ്മീഷനെ വെച്ചത്? ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ പുറത്താക്കിയത് എന്തിനാണ്? കോൺഗ്രസിനുള്ളിൽ അത്രയും കാലം നിന്ന മനുഷ്യർ അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ നേരത്തെ പറഞ്ഞ ഈ സണ്ണിയെയും ഗോപിനാഥിനെയൊക്കെ പുറത്തുവിട്ടത്? അപ്പൊ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായതാണ്. അപ്പൊ ഈ അഴിമതി നടത്തി ജനങ്ങളോട് പണം വാങ്ങിയിട്ടുണ്ട്, ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ പുറത്താക്കിയവരെ പണം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വെച്ചോണ്ടിരുന്നത്? മാധു, ഇതിൽ എനിക്ക് ഇടപെടാതെ എനിക്കൊരു ഗ്യാപ്പ് തന്നാൽ മതി, ഒരു മിനിറ്റ് എഴുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് പരാതി ഉയർന്നപ്പോൾ ആ പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നപ്പോൾ പാർട്ടി അന്വേഷിച്ച് അതിൽ പാർട്ടിയുടേതായ രീതിയിൽ സംഘടനാപരമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. KK ഗോപിനാഥനെതിരെ, ഡോക്ടർ സണ്ണിക്കെതിരെ, വിശ്വനാഥനെതിരെ ഒക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ആളുകളെ CPM സ്വീകരിക്കുകയും മത്സരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമാണ്, അവിടെ നിൽക്കട്ടെ. ഇനി അതിനപ്പുറത്ത് അന്ന് ഇത്തരം പരാതികൾ ഉയർന്നു വരുമ്പോൾ NM വിജയൻ പണം വാങ്ങി എന്നുള്ള പരാതി പാർട്ടിയുടെ മുമ്പിലില്ല. ഇനി ഇത്തരം ഈ 3-4 ആളുകൾക്കെതിരെ പാർട്ടി സംഘടനാപരമായി നടപടിയെടുക്കുമ്പോൾ NM വിജയൻ പറഞ്ഞിട്ടില്ല എന്റെ കൂടി അറിവോടുകൂടിയാണ് ഈ പണം സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഈ നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് NM വിജയൻ പാർട്ടിയുടെ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. ജീവിച്ചിരുന്ന ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ആര് പണം വാങ്ങിയെന്നാണ് അന്ന് കോൺഗ്രസ് ഇന്റേണൽ സമിതി കണ്ടെത്തിയത്? NM വിജയൻ പണം വാങ്ങിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ആരായിരുന്നു അന്ന് പണം വാങ്ങിയത്? അല്ല, അവിടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നിയമനത്തിന് പണം വാങ്ങുന്നതോ അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ടുള്ള ഫർണിഷിംഗ് നടത്തുന്നതോ, അങ്ങനെ പല രീതിയിൽ അനധികൃതമായിട്ട് പണം വാങ്ങുകയും പണം ദൂർത്തടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചെലവുകൾ കണ്ടെത്തുകയും അത് പാർട്ടി പ്രവർത്തകരെയും സഹകാരികളുടെയും പരാതി വന്നപ്പോൾ ഞാൻ പറയട്ടെ മാധു, സംഘടനാപരമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിനപ്പുറത്ത് സംസ്ഥാനത്തെ വിജിലൻസിന്റെ മുമ്പിൽ ഇരിക്കുന്ന കേസിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാനത്തെ നിയമ സംവിധാനമല്ലേ, ആഭ്യന്തര വകുപ്പല്ലേ, സഹകരണ വിജിലൻസ് അല്ലേ? അത്തരം കാര്യങ്ങൾ നടപടി എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒന്നും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്നേ. അത് സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുക്കേണ്ട നടപടിയാണ്. ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ റിപ്പോർട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ വിജിലൻസ് അതിൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാതിരുന്നത്? അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ വകുപ്പ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതെ പോയിരുന്നത്? ഇതിൽ കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ട് ഞങ്ങൾ പുറത്താക്കിയ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിട്ടുള്ളത്. ചോദിക്കാം. അതിന് മുൻ എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടെയുണ്ട്, അത് ഞാൻ അങ്ങേലേക്ക് വരാം. ഏറെ നേരമായല്ലോ നമ്മൾ സംസാരിക്കുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങനെ പാർട്ടി അന്വേഷിച്ച്, അതായത് കോൺഗ്രസ് അന്വേഷിച്ച് അവർ രാഷ്ട്രീയമായ നടപടിയെടുത്തു. അതിൽ പിന്നീട് അതിൽ പണപരമായ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് ആണ് കേസെടുക്കേണ്ടത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അന്ത കോൺഗ്രസിനോട് സംസ്ഥാനത്തെ ഭരണ നിയന്ത്രിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ വിജിലൻസിനോ ഒക്കെ ഒരു മൃദു സമീപനമുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ അടിമുടി പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് അതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി തന്നെ അന്വേഷിച്ച് നടപടിയെടുത്തിട്ടും സംസ്ഥാനത്ത് നിയമപരമായ അന്വേഷണമോ അറസ്റ്റോ നടപടികളോ ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ഇന്ന് ചോദിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, പല ആളുകളിൽ നിന്നും ജോലിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന പണം പല സന്ദർഭങ്ങളിൽ കൊടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതിന് മേലെയാണ് ഈ പറയുന്ന വലിയ കടക്കാരനായിട്ട് ഞാൻ മാറിയതെന്നാണ്. IC ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയ 7 ലക്ഷം രൂപ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം വന്നപ്പോൾ 2 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയുടെ എൻ്റെ ചെക്കും കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ BJPക്കാരനെ അവിടെ നിലവിലുള്ള ബോർഡ് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം ഉറുപ്പിക കൈക്കൂലി കൊടുത്തു, സീറ്റുകൾ ഉണ്ടാക്കി, അവിടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ആ കാര്യത്തിന് 32 ലക്ഷം രൂപ ചിലവാക്കിയത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ 10 ലക്ഷം രൂപ, മറ്റൊരു സന്ദർഭത്തിൽ 15 ലക്ഷം രൂപ കോൺഗ്രസ്സുകാർ ജോലിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന വിഷയം അദ്ദേഹം പറയുന്നതല്ലേ.
ഏതെങ്കിലും നിലക്ക് എപ്പോഴെങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് എവിടെയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അല്ല, അതിൽ ഈ ഏതെങ്കിലും ആൾ പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ അതിൽ സൂചിപ്പിക്കുന്ന കാലങ്ങൾ അതിൽ തമ്മിൽ അത് കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ജോൺ അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത്രയും ഗൗരവതരമായ ക്രമക്കേട് സഹകരണ സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സംസ്ഥാന വിജിലൻസ് ആഭ്യന്തര വകുപ്പ് അന്വേഷണവും നടപടിയും എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങളുടെ വിജിലൻസ് അല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല എന്ന്. ഇവിടെ നമ്മളിപ്പോൾ PP ദിവ്യയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മൾ ADMന്റെ ആത്മഹത്യ, അതിൻ്റെ വാർത്തയുടെ മഷി ഉണങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് ഈ പറയുന്ന പോലെ ദിവ്യ പ്രസംഗിച്ചു എന്നുള്ളതിനപ്പുറം ഒരു കത്ത് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. കാരണക്കാരി ദിവ്യയാണെന്ന് പറയുന്നതിന് ഒരു തെളിവുണ്ടായിട്ടില്ല. എന്തൊരു ആക്രോശമായിരുന്നു ഇവിടെ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരെല്ലാം തന്നെ ദിവ്യയെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ അവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഇവരാണല്ലോ പ്രധാന നേതാക്കന്മാർ, DCCയുടെ പിന്നെ പ്രസിഡന്റ്, അതുപോലെ DCC ട്രഷറർ എന്നെല്ലാം പറയുന്നവരുടെ ജില്ലയിലെ നേതാക്കന്മാർ, അവർ കൈക്കൂലി വാങ്ങിച്ചതിനെ സംബന്ധിച്ച് ഇത്ര വ്യക്തമായ നിലക്ക് ഒരു ആത്മഹത്യാ കുറിപ്പിനകത്ത് വിവരങ്ങൾ വന്നിട്ട് എന്തേ ആ കാര്യങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാൻ അവർക്കാവുന്നില്ല. പിന്നെ ഈ കാര്യങ്ങൾ തങ്ങൾ അറിയില്ലെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? KPCC അധ്യക്ഷന്റെ പ്രസ്താവനകൾ വായിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ കാര്യത്തിൽ IC ബാലകൃഷ്ണനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും. എന്തിനാണോ IC ബാലകൃഷ്ണൻ തൂങ്ങുന്നത്? നിങ്ങൾ ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. KPCC അധ്യക്ഷൻ പറയാണ്, IC ബാലകൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും. വ്യക്തമല്ലേ? കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്ന് വിജിലൻസിലൊക്കെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തൂങ്ങുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പിന്നെ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ആത്മഹത്യാ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും ചെന്നിട്ട് ഇവരെല്ലാം കണ്ടല്ലോ. KPCC അധ്യക്ഷനെ കണ്ടു, അതുപോലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. എന്താ നിലപാട്? അവിടെ ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ മുൻകൈയിൽ നടന്നതാണ് എന്നുള്ള ഒരു നില പരിഗണിച്ചുകൊണ്ടുള്ള സമീപനാണോ അവർ സ്വീകരിക്കുന്നത്? മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ മേലെയാണെങ്കിൽ അവരുടെ വായിലെ നാവിൻ്റെ നീളം ഒത്തിരിയായിരിക്കും. പിന്നെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനത്തിന് കൈക്കൂലി വാങ്ങാൻ കഴിയുന്ന അവസ്ഥ, കോഴ വാങ്ങാൻ കഴിയുന്ന അവസ്ഥ, അത് അവസാനിപ്പിച്ചത് CPM ആണ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ് ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനമാകത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡിന് കൊടുക്കാൻ തീരുമാനിച്ചത്. ഏത് പാർട്ടി ഭരിച്ചാലും കൈക്കൂലി വാങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് കാണിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു നഖചിത്രമാണ് വയനാട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, ആ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുക, അതുപോലെ തന്നെ എന്നിട്ട് ദുരൂഹത. എന്താ ദുരൂഹത? ഇവിടെ ഇപ്പം ഞാൻ പറയട്ടെ, കത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ മരിച്ചിട്ട് 4 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച കൊല്ലം ഏതാണെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? എപ്പോഴായി കത്ത് എന്ന് പരിശോധിക്കാൻ പാടൂർ പടി വരെ പോകണോ? കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് 2015 മുതൽ ഇന്ന് വരെ ഞാൻ DCC ട്രഷററാണ്. ഏത് കാലത്താണ് കത്ത് എഴുതുന്നത് ആർക്കറിയാതിരിക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഇവിടെ പറയാണ്. എപ്പോഴാണ് കത്ത് എന്ന് പറയാൻ കഴിയില്ല. IC ബാലകൃഷ്ണന്റെ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് അറിയാത്ത ആളുകളാണോ ഈ ആളുകളെല്ലാം? അദ്ദേഹം കൊടുത്ത് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന എഴുത്തും, അതുപോലെ DCC നമ്മുടെ KPCC അത് NM വിജയൻ കൊടുത്തിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തും, അദ്ദേഹം KPCC അധ്യക്ഷനും അവർ പ്രതിപക്ഷ നേതാവിനും കൊടുത്തിരിക്കുന്ന കത്തും ഒരേ എഴുത്തല്ലേ? അതെന്താ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്? തിരിച്ചു ചോദിക്കും ചോദ്യം ജിൻഡോ ജോൺ തിരിച്ചു വെച്ചൊരു ചോദ്യം കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല നിയമപരമായി എന്ന് അതിനുകൂടി മറുപടി പറഞ്ഞാൽ എനിക്ക് മറ്റതിലേക്ക് പോവാം. നിയമപരമായിട്ട് ഒരു കാര്യവും വരാത്തതുകൊണ്ട് കേരളത്തിലെ LDFന്റെ ഗവൺമെന്റ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. എത്ര പ്രമുഖമാരി ഗവൺമെന്റ് വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാക്ഷേപവും ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവരോ ഈ അഴിമതി കണ്ടുപിടിച്ച കോൺഗ്രസ്സുകാരോ സന്നദ്ധമായില്ല. അതല്ലേ വിഷയം? നിയമപരമായി ഈ കാര്യം വന്നതുകൊണ്ട് സർക്കാർ ഇനി ആക്ട് ചെയ്യും എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഈ അന്വേഷണം അവസാനിക്കുന്നത് വരെ, അതിപ്പോൾ ആഭ്യന്തര അന്വേഷണമാണെങ്കിലും പോലീസിന്റെ അന്വേഷണമാണെങ്കിലും അതിനുശേഷം നടപടി എന്ന് പറയുന്നത് ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് എത്ര പ്രകടമാണ്. ഇപ്പോൾ പ്രകാശ് മാഷ് പറയാണ് PP ദിവ്യയുടെ കാര്യത്തിൽ ഇവരങ്ങനെയാണോ പറഞ്ഞത്? അല്ല അല്ലേ? പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞിട്ട് രാജിവെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. PP ദിവ്യ രാജിവെപ്പിക്കാത്തതെന്ന് ചോദിച്ചില്ലേ? മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രതിപക്ഷം ചോദിച്ചു. പ്രതിപക്ഷത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരണം, ഫോറൻസിക് പരിശോധനയുടെ ഫലം വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം വരണം എന്ന നിലപാടെടുക്കുന്ന കേരളം കേൾക്കില്ലേ? പക്ഷേ ജിൻഡോ ജോൺ പറയുന്നത് ഭയങ്കര ദയനീയമായി പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ടെലിവിഷനിൽ വന്നിട്ട് കേരളീയരോട്, ലോകമെങ്ങുമുള്ള മലയാളികളോട് പറയുകയാണ്, ഒരു ആത്മഹത്യക്കുറിപ്പിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വേണം, അത് പരിശോധിച്ചിട്ട് ഞങ്ങൾ നേതാക്കളെ
DCC പ്രസിഡന്റ് MLA ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അദ്ദേഹം അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം അത് പറയരുതായിരുന്നു. ജിൻഡോ ജോൺ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കുന്നതൊക്കെ കൊണ്ട് എപ്പോഴും ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ ഇത്തരമൊരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് നോക്കിയിരിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിനെങ്കിൽ അങ്ങ് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അങ്ങ് പ്രതിഷേധം അറിയിക്കണ്ടേ? അങ്ങ് വ്യക്തിപരമായിട്ട് ഇതിനെ പ്രതിഷേധിക്കണ്ടേ? രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടണ്ടേ? അത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം അങ്ങ് കാണിക്കേണ്ടിയിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്താൽ CPM തട്ടിക്കൊണ്ടുപോകും, നേതാക്കളാക്കും, എന്നിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കും, MLA ആക്കും, മന്ത്രിയാക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരെന്ത് കുറ്റം ചെയ്താലും ഒരു നടപടിയും എടുക്കില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അതും കൂടെ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം തെളിവുകളുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യവസ്ഥാപിതമായ ഒരു അഴിമതിയുടെ, ലക്ഷണയുക്തമായ ഒരഴിമതിയുടെ, രേഖാമൂലമുള്ള അഴിമതിയുടെ എല്ലാ വ്യവസ്ഥകളും ഇതിനകത്തുണ്ട്, എല്ലാ കാരണങ്ങളും ഇതിനകത്തുണ്ട്. എണ്ണി പറയാവുന്ന എത്രയെത്ര കാര്യങ്ങൾ. അത് കരാർ വരെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാശ് കൊടുക്കുന്നതിനും ജോലി കൊടുക്കുന്നതിനും. എന്ത് ജോലിയാ ജിൻഡോ? എന്ത് ജോലിയാ? ഒരു അർബൻ സഹകരണ ബാങ്കിലെ ഏറ്റവും താഴത്തെ പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്ക് കാശ് മേടിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്വീപ്പർ ജോലിയെ, അതും ഈ DCC ട്രഷററുടെ ഒരു മകനെ, ആ മകനായിരുന്നു, ആ ട്രഷററുടെ മകനാണ് അവിടെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നത്. അയാളെ 5-6-7 കൊല്ലം അവിടെ പാർട്ട് ടൈം സ്വീപ്പർ, ഓർക്കണം, പാർട്ട് ടൈം സ്വീപ്പറായിരുന്ന ആ ട്രഷററുടെ മകനെ പിരിച്ചു വിട്ടിട്ട് ആ ഒഴിവിലേക്ക് കൈക്കൂലി മേടിച്ച് നിയമനം നടത്തി എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്, അതിക്രൂരമായ ഒരു നടപടിയാണ്. ഇതിനെതിരെ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയാൻ ജിൻഡോ ജോസഫ് ഒന്നുമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ബാധ്യസ്ഥമാണ്, സംശയമില്ല മധു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇപ്പൊ ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഫോറൻസിക് പരിശോധനയൊക്കെ അവിടെ വരട്ടെ. അതിനു മുൻപ് ഏറ്റവും ആദ്യം പുറത്തു വന്ന രേഖകളിലൊന്നാണ് പീറ്റർ മാഷും NM വിജയനും തമ്മിൽ എഴുതിയ ഒരു 10 രൂപ പത്രത്തിൽ എഴുതിയ കരാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു. രണ്ടാമത്തത് IC ബാലകൃഷ്ണൻ ഈ പറയുന്ന നിയമനത്തിന് വേണ്ടിയിട്ട് 21/7/2021 എഴുതിയ കത്ത്, അതും ലെറ്റർ പാഡിൽ എഴുതിയ കത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ജിൻഡോ എനിക്ക് മറുപടി വേണം. ഒന്ന് പീറ്റർ മാഷും NM വിജയനും എഴുതി ഒപ്പുവെച്ച 10 രൂപ പത്രത്തിലെ മുദ്രപത്രത്തിലെ കരാർ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, കരാർ എഴുതി കൈക്കൂലി വാങ്ങുന്ന ഒരു സംഭവ വികാസം ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങേക്ക് മുന്നനുഭവം ഉണ്ടെങ്കിൽ അത് പറയാവുന്നതുമാണ്. മറ്റൊന്ന് 21/7/2021 IC ബാലകൃഷ്ണൻ എഴുതിയ കത്ത്. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ ഇന്നയാൾ അർബൻ ബാങ്കിന്റെ സൂപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കാൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നൽകിയ ശുപാർശ കത്ത്. ഇതിന് രണ്ടിനും എന്തെങ്കിലും ഒരു ന്യായം പറയാൻ പറ്റുമോ? രണ്ടിനും ന്യായമുണ്ട് മാധു, രണ്ടിനും ന്യായമുണ്ട്. എനിക്ക് സമയം തന്നാൽ മതി. ഒന്നാമത്തത്, ലോകത്ത് കരാർ എഴുതി കോഴ കൊടുത്ത് ജോലി വാങ്ങുന്നത് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ളവരാരും കോൺഗ്രസുമല്ല, അങ്ങനെയുള്ളവർ കോൺഗ്രസ് വിശ്വാസികളുമല്ല. അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള സംസ്ഥാനം കേരളം എന്ന് പറയുന്നത്, അവിടെ ഒരു പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റ് എന്നൊക്കെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 30 ലക്ഷവും 18 ലക്ഷവും ഒക്കെ കൊടുത്ത് അതിനൊരു എഗ്രിമെന്റ് മുദ്രപത്രത്തിൽ എഴുതി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇനി എഴുതിയിട്ടുണ്ടെങ്കിൽ കൊടുത്തയാളും വാങ്ങിയയാളും പ്രതികളാക്കപ്പെടണം, അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അതിന് കോൺഗ്രസ് അല്ല നടപടി സ്വീകരിക്കേണ്ടത്, സംസ്ഥാനത്തെ നിയമ സംവിധാനമാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള പക്ഷെ ഇത് ചോദിക്കട്ടെ, ഇത് NM വിജയൻ എന്ന് പറയുന്ന ആൾ സ്വന്തം താല്പര്യപ്രകാരമല്ലല്ലോ, അദ്ദേഹം ട്രഷററായിരിക്കുന്ന ആ ഒരു കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസ് അല്ലേ അതിന് മറുപടി പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, PP ദിവ്യ പോയി നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയത് നവീൻ ബാബു PP ദിവ്യയുടെ ഔദ്യോഗിക ആ ഒറ്റ പേഴ്സണൽ കപ്പാസിറ്റിയിലാണെന്നല്ലേ CPM നേതാക്കന്മാർ പറഞ്ഞത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയെന്ന് അവർ സമ്മതിച്ചോ? അല്ല, അവർ സമ്മതിച്ചോ? CPM-ന്റെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട്, അല്ലല്ല ഞാൻ പറയട്ടെ, അല്ല മാധു ഞാൻ പറയട്ടെ, അല്ലല്ല ഞാൻ പറയട്ടെ, അല്ല അത് സമ്മതിച്ചില്ലല്ലോ. ഇനി രണ്ടാമത്തത്, ഒരു DCC ട്രഷറോ KPCC ട്രഷറോ ഏത് നേതാവായാലും ഇത്തരത്തിൽ കരാർ വെച്ച് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും, ഇനി പണം വാങ്ങാനിരിക്കുന്നവരാണെങ്കിലും അങ്ങനെ സമ്മതിക്കോ? ചെയ്യോ?
തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നാട്ടിൽ കോഴ നടത്തുന്നത്? അതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളുടെ ചോദ്യമാണ്. എന്ന ഒരു ഇത് വെച്ചിട്ട് മാത്രമേ ഈ ആളുകളെ ചെയ്യുന്ന അഴിമതി അംഗീകരിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ നിയമവ്യവസ്ഥക്കെതിരായ ഒരു കാര്യമാണ് അഴിമതി. അത് ചെയ്യോ? ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ? ചെയ്തല്ലോ. അല്ല മാധു അങ്ങനെയല്ല. മാധു പറഞ്ഞില്ലേ, ലോകത്തിൽ ആദ്യമായിട്ടാണ് കരാർ വെച്ച് കോഴ നടത്തുന്നതെന്ന്. ഞാനും അത് തന്നെ കേൾക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മുൻപ് കേട്ടിട്ടുണ്ടോ? ഇനി കേൾക്കാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കത്തിൽ ചില പ്രശ്നം. മാധു എനിക്ക് എൻ്റെ പോയിന്റ് പറയാനായിട്ട് ഇപ്പോൾ കോൺഗ്രസ്, ഞാനൊരു കാര്യം പറയാം മാധു, ഇത്രയും ദിവസം 3-4 മാസക്കാലം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിൽ കോൺഗ്രസ് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിലും വരുന്നു. കോൺഗ്രസ് ഡിഫൻസിലാണ് എന്ന് പൊതുവിൽ മാധ്യമങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തോന്നുന്നു, CPM തോന്നുന്ന വിഷയത്തിലും ഞങ്ങൾ വന്നിരുന്ന് സംസാരിക്കല്ലേ. അപ്പോൾ ഞങ്ങൾക്കിത് കൃത്യമായിട്ട് ഞങ്ങളുടെ പോയിന്റ് ബൈ പോയിന്റ് മറുപടി പറയാനുള്ള സാവകാശം തരണം. ഞാൻ പറയുന്നത് ഈ കത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ അവസാനം പരാതി പറഞ്ഞ സായൂജിന്റെ പത്രോസിന്റെ ഒക്കെ പണം കൊടുക്കാനുണ്ടെന്ന് NM വിജയന്റെ കത്തിൽ, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കത്തിൽ എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അതേസമയം പണം കൊടുത്ത് പരിഹരിച്ച പരാതിയിൽപ്പെട്ട രാധാകൃഷ്ണന്റെ പേര് കത്തിൽ പരാമർശിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അതൊരു വിഷയമല്ലേ? അത് സംസാരിക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? അവിടെ നിർത്തുക. ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ വിഷയത്തിലേക്ക് മാത്രം വരാം. ഫോറൻസിക് റിപ്പോർട്ട് വേണം, അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് താങ്കൾ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം പറയാതെയാണ് അങ്ങ് ജേക്കബ് ജോർജ് ഉന്നയിച്ച കാര്യത്തിലേക്ക് പോകുന്നത്. IC ബാലകൃഷ്ണന്റെ കത്തിന്റെ കാര്യം അങ്ങ് മനഃപൂർവ്വം മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണോ? അല്ല മാധു, എനിക്ക് ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിന് മറുപടി കൊടുക്കാനുള്ള സമയം കൂടി തന്നാൽ മതി. IC ബാലകൃഷ്ണൻ കൊടുത്ത കത്ത് എന്ന് പറഞ്ഞ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്ത് അനില ബാലചന്ദ്രന് ശുപാർശ കൊടുത്തു എന്നുള്ളൊരു കത്താണല്ലോ താങ്കൾ പറയുന്നത്. അതിൽ കൃത്യമായിട്ട് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ അതിലെ വിവരങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുന്നു. SC/ST വിഭാഗത്തിലെ 1ാം റാങ്കുകാരി, ജനറൽ കാറ്റഗറിയിലെ 9ാം റാങ്കുകാരി. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് അവിടെ ജോലി കിട്ടണമായിരുന്നു. അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ വന്ന അവർ പരാതിയുമായിട്ട് പോകുന്നു. സംസ്ഥാന സഹകരണ വകുപ്പ് പറയുന്നു ആ പരാതിയിൽ നടപടിയെടുക്കണമെന്ന്. അപ്പോഴും നടപടിയെടുത്തില്ല. ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്ന് വിധി വാങ്ങുന്നു. അപ്പോഴും നടപടിയെടുക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ DCC പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലുന്നു. ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. സ്വാഭാവികമായിട്ടും നാട്ടിലെ മുഴുവൻ നേതാക്കന്മാരും ഇടപെടുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് ഒരു തെറ്റ്? പൂർണ്ണമായിട്ടും അർഹതയുള്ള കുട്ടിയല്ലേ അനില. ആ കുട്ടിക്ക് ജോലി കൊടുക്കാൻ അർഹതയില്ലെന്ന് ആർക്കും അറിയാൻ പറ്റുക? അപ്പൊ ആ വിഷയത്തിൽ ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് എന്തിനാണ് MLA-യുടെ ശുപാർശ കത്ത് എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവിക നിയമനം കിട്ടില്ലേ? ബാങ്ക് ഭരണസമിതിയോടും സംസ്ഥാന സഹകരണ വകുപ്പിനോടും ചോദിക്കും. അല്ല, അത് ഞാൻ പറയുന്നതേ ബാങ്ക് ഭരണസമിതിയോടും സംസ്ഥാന സഹകരണ വകുപ്പിനോടും കൂടി ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അത്തരം ബാങ്ക് ഭരണസമിതിക്കെതിരെ ഞങ്ങൾ നടപടിയെടുത്തപ്പോൾ ആ നടപടിയെടുത്ത ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തെയാണ് CPM കൊണ്ടുപോയത്. അത് ഞങ്ങൾ പുറത്താക്കുന്നവരെ CPM കൊണ്ടാകുന്നതിലുള്ള പേടി കൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ അഴിമതിക്കാര്, കോഴ വാങ്ങുന്നവര്, ക്രമവിരുദ്ധമായിട്ട് നടപടി സ്വീകരിക്കുന്നവര് എന്ന് തിരിച്ചറിഞ്ഞ് പുറത്താക്കിയവരെ CPM സ്വീകരിച്ചതിലെ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത്തരം കള്ളന്മാരെ അല്ലെങ്കിൽ കൊള്ളക്കാരെ CPM കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇനി മാധു അവസാനിപ്പിക്കില്ല, ഞാൻ മറുപടി പറയട്ടെ. ഈ ഫോറൻസിക് റിപ്പോർട്ട് ചോദിക്കുന്ന മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. സാറേ, നമ്മൾ മറക്കാൻ പാടില്ല, പ്രളയ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ കാക്കനാടുള്ള അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരിയായിട്ടുള്ള സിയാദിന്റെ ആത്മഹത്യ ഉണ്ടായിരുന്നു. ആ ആത്മഹത്യക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ തുടങ്ങി CPM-ന്റെ ഉന്നത നേതാക്കന്മാർക്ക് പ്രളയ ഫണ്ട് തട്ടിയെടുത്തിൽ ബന്ധമുണ്ടെന്നായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ എന്നാണ് CPM നേതാക്കന്മാർ പറഞ്ഞത്. താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളാണല്ലോ അവസാനിപ്പിക്കില്ല. അല്ല മാധു, അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഭരണപക്ഷത്തില്ലാത്ത ഒരു സംഘടനയാണ്. ഞങ്ങൾ പ്രതിപക്ഷ സംഘടനയാണ്. സ്വാഭാവികമായിട്ടും CPM-ന് ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് കോൺഗ്രസിനെ വേട്ടയാടാം. അപ്പൊ നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പാലിക്കട്ടെ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞോ. ഇനി ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് വെക്കാം. നിങ്ങളുടെ DCC പ്രസിഡന്റിന് അന്വേഷണ വിധേയമായി, നിങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റി ആണല്ലോ, നിങ്ങൾക്ക് അതിവേഗം ബഹുദൂരം ഈ അന്വേഷണം കൊണ്ടുപോകാമല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത്രയും കാലം സാർ ഒന്ന് മാറി നിൽക്കൂ. ഇത്രയും വലിയ ആരോപണം ഉണ്ടായതല്ലേ എന്ന് പറയാൻ പോലെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചോളൂ. ഞാൻ വരാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പൊ IC ബാലകൃഷ്ണന്റെ കത്തുമായി ബന്ധപ്പെട്ട് ജിൻഡോ ജോൺ പറഞ്ഞ വിശദീകരണം അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് നിയമന നിരോധനം നടപ്പിലാക്കുകയാണ്. റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക്
എവിടെ പോയിട്ടും സഹകരണ വകുപ്പിനെ തന്നെ സമീപിച്ചിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ആനുകൂല്യം ഉണ്ടായിട്ടും ഒന്നും നടപ്പിലാക്കാതെ വരുമ്പോൾ സി ബാലകൃഷ്ണനോട് പോയി പരാതി പറയുന്നു. ജനപ്രതിനിധിയോടല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സ്വന്തം ലെറ്റർ പാഡിൽ ഒരു ശുപാർശ കത്ത് എഴുതി കൊടുക്കുന്നു. എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ളതാണ് ജിൻഡോ ചോദിക്കുന്നത്. ആ ശുപാർശ കത്ത് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ടില്ലേ? ഇവിടെ അത് ശുപാർശ കത്തല്ല, അത് ഉത്തരവാണ്. DCC പ്രസിഡന്റ് കൊടുക്കുന്ന ഉത്തരവാണ്. ഇവിടെ പിന്നെ എൻ വിജയൻ അദ്ദേഹത്തിൻ്റെ കത്തിലിക്കാരും പറയുന്നുണ്ട്, DCC ട്രഷററായിട്ടുള്ള ഞാൻ അറിയാതെ എൻ്റെ മകനെ മാറ്റിയിട്ട് മറ്റൊരാൾ നിയമിക്കുന്നതിന് അദ്ദേഹം കത്ത് കൊടുത്തു എന്നുള്ള കാര്യം വിജയൻ അദ്ദേഹത്തിൻ്റെ കത്തിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കത്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് നേരത്തെയുള്ള ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡോക്ടർ സണ്ണി ജോർജ് അവിടുത്തെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു ബത്തേരി അർബൻ ബാങ്ക് അവിടെയുള്ള നിയമനത്തിന് 17 പേരുടെ ലിസ്റ്റ് IC ബാലകൃഷ്ണൻ എനിക്ക് നൽകിയിരുന്നു. ഇനി മറ്റേ കത്ത് പറയായിരുന്നു ഇതിന് ഓരോട് പറയണ്ടേ? അപ്പൊ ഇത് സ്ഥിരം ഏർപ്പാടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. അത് അങ്ങേക്ക് ഖണ്ഡിക്കാവുന്നതാണ്. അങ്ങത് ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നത് ശ്രീ പ്രകാശ് മാസ്റ്റർ. അതായത് വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ എല്ലാമായ ഒരു മനുഷ്യൻ NM വിജയൻ, അദ്ദേഹത്തിന്റെ ആവതില്ലാത്ത മകൻ ജോലി ചെയ്യുന്ന പോസ്റ്റ്, എന്നിട്ട് പോലും റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഹൈക്കോടതി ഉത്തരവ് വാങ്ങിയിട്ടുള്ള അർഹിക്കപ്പെടുന്ന ഒരാൾ അവിടെ നിയമനത്തിന് വരുന്ന സമയത്ത് MLA ശുപാർശ കത്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണോ? അത് അങ്ങനെ ഈ പറയുന്ന പക്ഷപാതിത്വമില്ല അല്ലെങ്കിൽ സ്വതന്ത്ര പക്ഷപാതിത്വമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ? അത് വസ്തുതയല്ല. അവർ പറഞ്ഞു മതി ഇയാൾക്ക് ജോലി കൊടുക്കാത്തതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ വിശദീകരണം എന്താ? പാർട്ടിക്കകത്ത് ഉൾപ്പെടെ ഇയാൾ 1ാം റാങ്ക് അല്ല എന്നാണ്. 1ാം റാങ്കേരെ നിയമിക്കാൻ വേണ്ടി പറ്റുമെന്നാണല്ലോ അവർ പറഞ്ഞു വന്നത്. ഇതേ 2ാം സ്ഥാനക്കാരനാണ്, അതുകൊണ്ട് നിയമിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഹൈക്കോടതി ഉത്തരവോ കാര്യങ്ങളോ ഒന്നും ഈ വിഷയത്തിനകത്ത് നേരത്തെ ചർച്ചാ വിഷയമായിട്ടില്ല, ഒരു സന്ദർഭത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇയാളെ നിയമിക്കണം എന്നുള്ള ഉത്തരവ് DCC പ്രസിഡന്റ് കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം NM വിജയൻ അദ്ദേഹത്തിന് കത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ഈ നിയമനത്തിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DCC ട്രഷറാണ് അദ്ദേഹം പറയാണ് ഈ നിയമനത്തിന്, ഈ പാർട്ട് ടൈം സൂപ്പർ നിയമനത്തിന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് കത്തിനകത്തുണ്ടല്ലോ. ആ നിയമനത്തിന് വേണ്ടിയല്ലേ കത്ത് കൊടുത്തിരിക്കുന്നത്? അതിനെ സംബന്ധിച്ച് ഇത് കോടതിയുടെ ഉത്തരവാണ്, നടപ്പാക്കാത്തതിന് വിലയാണെന്നൊക്കെ കഥയുണ്ടാക്കിയതിൻ്റെ കാര്യം. അപ്പോൾ ഇത് വളരെ വ്യക്തമായ നിലക്ക് തന്നെ ഇപ്പോൾ ഇതിന് ശേഷം മകനും അതുപോലെ മകൻ്റെ ഭാര്യയും പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ വിജയൻ്റെ മരണകാരണം കുടുംബകലഹമാണ് എന്നുള്ള കാര്യം പറയണമെന്ന് നേതാക്കന്മാർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വേറെ ആരുമില്ല, അവരെല്ലാം കോൺഗ്രസിനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വിജയൻ്റെ ജീവിച്ചിരിക്കുന്ന മകനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക? പിന്നെ ഒരു കരാർ വെച്ചു. കരാർ വെക്കുന്ന നേരത്തെ 22 പോസ്റ്റുകൾ ഉണ്ടാക്കി. വിജയൻ കത്ത് പറയുന്നുണ്ടല്ലോ, 22 പോസ്റ്റുകൾ ഉണ്ടാക്കി ആ പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങിച്ച് ഇതിനു വേണ്ടി ചെലവ് വന്നിട്ടുള്ള BJP-കാരന് കൊടുത്തിരിക്കുന്ന 10 ലക്ഷം, തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ബാക്കി 22 ലക്ഷം, അങ്ങനെ 32 ലക്ഷം ഉറുപ്പിക എനിക്ക് തരാം എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കരാർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കത്തിനകത്ത്. നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്നല്ലേ ചോദിക്കാൻ വേണ്ടി കഴിയൂ? 22 പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഉത്തരവാദിയായിട്ട് വിജയനെ നിശ്ചയിക്കുക, അതിൽ 22 പോസ്റ്റ് ഉണ്ടാക്കുക. ആ പോസ്റ്റിൽ നിയമിച്ചതിൽ നിന്ന് കിട്ടുന്ന പണം നിങ്ങൾക്ക് 32 ലക്ഷം രൂപ തരാമെന്ന് കോൺഗ്രസ്സുകാർ പറയുക. ഇതെന്നാ വെള്ളരിക്കപ്പെടണം? എത്ര നാണം കെട്ട നിലപാടാണ് ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാവില്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ജനം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പാർട്ടിക്കാരനാണല്ലോ നിങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പം നിശ്ചയിച്ച് 25 ലക്ഷം കോഴ വാങ്ങിയിട്ട് നിശ്ചയിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്റെ നേതാവിന്റെ മകളത്തെ തന്നെയാണ്. അപ്പോ നിർലജ്ജമായിട്ട് കൈക്കൂലിക്ക് ഞാൻ ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ സ്വാഭാവികമായി അങ്ങിലേക്കാണ് പറയേണ്ടത്. ഒരു മിനിറ്റ് എനിക്ക് തരണം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു അവിടെ റാങ്ക് പട്ടികയിലുള്ള പെൺകുട്ടിയാണ്, സഹകരണ വകുപ്പിനെ സമീപിച്ചിട്ട് നീതി കിട്ടിയില്ല, കോടതിയിൽ പോയിട്ട് നീതി കിട്ടിയില്ല, നിയമനം വേണം എന്നുള്ള ശുപാർശ കത്ത് കൊടുക്കുക ജനപ്രതിനിധിയുടെ ബാധ്യതയല്ലേ എന്ന്. അതിൽ പക്ഷേ ഭാഷ ഉത്തരവിൻ്റെതാണ് എന്ന് പ്രകാശ് മാഷ് പറയുന്നു. അതിൽ ഭാഷ പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കൂടിയാണ്, ജനപ്രതിനിധിയുടെ അല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജനപ്രതിനിധിക്ക് ശുപാർശ കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന നിയമന പട്ടികയിൽ റാങ്കുള്ള അർഹതയുള്ള ആൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ റാങ്കിന്റെ കാര്യം ഇതിൽ പറയുന്നില്ല, കോടതി ഉത്തരവിന്റെ കാര്യം പറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. പകരം അവിടെ മാനദണ്ഡമായി എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ എന്നുള്ളത് മാത്രമാണ്.
അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകളെ അങ്ങനെയല്ലാതെ CPM-ന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിലൊരു മാധു ഈ കത്ത് മൊത്തം വായിക്കും. മാതൃഭൂമി കാണുന്ന മുഴുവൻ ആളുകൾ കേൾക്കട്ടെ. കത്ത് മുഴുവൻ വായിക്കും. അല്ലല്ല, കത്ത് മുഴുവൻ വായിക്കൂ. ഒരു MLA-യുടെയും ശുപാർശ കത്തിൽ നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ ആളുടെ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. അത് സ്വജനപക്ഷപാതം എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ എന്ന പ്രിവിലേജ് ആണോ ഈ നിയമനം കിട്ടേണ്ട ആൾക്കുള്ളത്, അതോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും അർഹതയുള്ള ആളെന്നാണോ? അതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ആ കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആൾ എന്ന രീതിയിൽ സ്വജനപക്ഷപാതത്തെ സൂചിപ്പിക്കുന്ന ഭാഷ ഉപയോഗിച്ച് ഈ കാര്യം ആവശ്യപ്പെടാൻ കഴിയാ? മാധു, ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുകിൽ ആ കത്ത് മുഴുവൻ വായിക്കണം. അതിൽ ഭീഷണിയുടെ സ്വരമാണോ എന്നപ്പോ പൊതുജനം മനസ്സിലാക്കട്ടെ. ഇനി രണ്ടാമത്തത്, ഈ കത്തിന്റെ അവസാനം ഇത് IC ബാലകൃഷ്ണൻ കൊടുത്തതാണെങ്കിൽ അവസാന ഭാഗം നോക്കൂ. DCC പ്രസിഡന്റ് വയനാടെന്നാണ് എഴുതിയേക്കുന്നത്. DCC പ്രസിഡന്റ് MLA ആയി പോയത് അദ്ദേഹത്തിന്റെ കുറ്റമല്ലല്ലോ. ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തല്ലേ, അത് അദ്ദേഹത്തിന്റെ അംഗീകാരമല്ലേ. DCC പ്രസിഡന്റ് വയനാട് കൊടുക്കുന്ന ഒരു കത്തിൽ അദ്ദേഹം ആ പോസ്റ്റ് വെച്ച് എഴുതി കൊടുക്കുന്ന കത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹം MLA ആണ്. അതിനെന്താ കുഴപ്പം? ആ MLA-യുടെ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വെച്ച് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അത് അർഹതപ്പെട്ട ഒരു പോസ്റ്റ് അല്ലേ? സഹകരണ വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിട്ട് തടഞ്ഞു വെക്കപ്പെട്ട ഒരു പോസ്റ്റ് അല്ലേ? ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും തടഞ്ഞു വെക്കപ്പെട്ട ഒരു പോസ്റ്റിൽ ഒരു MLA ഇടപെട്ടതിൽ എന്താ കുഴപ്പം? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അല്ലല്ല, ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മുഖ്യമന്ത്രി ഉത്തരവിടേണ്ട കാര്യങ്ങൾ AKG സെന്ററിൽ കൊണ്ടുപോയി അതിന്റെ ലെറ്റർ ഹെഡും സീലും കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ചെയ്താൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും MLA-യുമാണല്ലോ, അല്ലേ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന V. ജോയി MLA ആണല്ലോ. അവരൊക്കെ കത്ത് കൊടുക്കുമ്പോ MLA എന്നുള്ള പോസ്റ്റ് വെക്കില്ലേ? അല്ല, അദ്ദേഹം പാർട്ടിക്കാര്യം പറയാൻ MLA എന്ന കപ്പാസിറ്റി ഉപയോഗിച്ചാൽ നിങ്ങൾ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അവര് സർക്കാർ വാഹനത്തിൽ പോയി റോഡ് തടഞ്ഞ് പ്രകടനം നടത്തിയല്ലോ. അതിന് കേസുണ്ടല്ലോ. അവര് സർക്കാർ വാഹനത്തിൽ കേസുണ്ടല്ലോ, സമ്മേളനം നടത്തി. അത് സർക്കാർ കേസുണ്ടായത് റോഡ് തടഞ്ഞതിനാ, സർക്കാർ വാഹനത്തിൽ പോയതിനല്ല കേസുണ്ടായത്, സമ്മേളനം നടത്തിയതിനാ, അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഒരു MLA അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ ഒരു ശുപാർശ കത്ത് കൊടുക്കുന്നത് നമ്മുടെ ആൾ എന്ന രീതിയിൽ സ്വജനപക്ഷപാതത്തിന്റേതായ ഭാഷ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു മിനിറ്റ് ഡോക്ടർ ജിൻഡോ, ഞാൻ അങ്ങിലേക്ക് വന്നത് ശ്രീ ജേക്കബ് ജോർജിന്റെ അവസരം കവർന്നെടുത്തുകൊണ്ടാണ്. പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശരി, പൂർത്തിയാക്കും. ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്ക് ഒറ്റ വാചകം കൂടി. ഈ കത്തിന്റെ അവസാന ലൈൻ എന്തുകൊണ്ടാണ് മാധു വായിക്കാതെ പോയേ? വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? ഇതിൽ എല്ലാവിധ അർഹതയുള്ള ഒരാള് അവരുടെ മകൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഉത്തരവിന്റെ ഭാഷയാണ് എന്നുള്ളത് എന്റെ പ്രയോഗമല്ല. ഉത്തരവിന്റെ ഭാഷയാണെന്നുള്ളത് ശ്രീ പ്രകാശ് മാഷ പ്രയോഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ഒരു MLA സ്വന്തം ലെറ്റർ ഹെഡിൽ കൊടുക്കുമ്പോൾ താൻ ഒരു MLA ആണ് എന്ന ബോധം അദ്ദേഹത്തിനാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. DCC സെക്രട്ടറിയായി മാത്രം പരിമിതപ്പെട്ടു പോകരുത്. ജനാധിപത്യമാണ്, പാർട്ടി വാഴ്ചയല്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. കാരണം ഇത് തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭാഷയിൽ പറയില്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു വാചകം മതി. 20 സെക്കൻഡിൽ തീരുന്ന ഒരു വാചകം കൂടി പറഞ്ഞു. ഒറ്റ വാചകം കൂടി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ എന്ന് പറഞ്ഞ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തൊരു കത്ത് പുറത്തു വന്നല്ലോ. കത്ത് പുറത്തു വന്നില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ കാര്യം എന്തായിരുന്നു? രാജേന്ദ്രൻ മേയർ നിങ്ങൾ പ്രതിപക്ഷത്താണ്. ചർച്ച ചെയ്തു. നിങ്ങൾ പ്രതിപക്ഷത്താണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്തത് അനധികൃതമായിട്ട് നിയമനം നടത്തുന്ന വിഷയമാണ്. അന്ന് ചർച്ച ചെയ്ത അനധികൃത നിയമനത്തിന് വേണ്ടിയിട്ട് പാർട്ടി ശുപാർശ സ്വീകരിച്ച് ഇത് സഹകരണ വകുപ്പിന്റെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ്, 1ാം റാങ്കുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാത്ത വിഷയത്തിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകന്റെ മകളാണ് അങ്ങ് താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നൊക്കെ അതിൽ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രൊഫഷണലായി ഇന്ന കാര്യങ്ങളുണ്ട്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിൽ പ്രശ്നമില്ലെന്നേ, ഈ വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വരാങ്ങിലേക്ക് ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഈ ഗതിക്കാണ് ഇതിന്റെ പോക്കെങ്കിൽ സ്വാഭാവികമായും കോടതിയുടെ തീരുമാനം അന്തിമ വിധി വരുന്നത് വരെ ഈ മനുഷ്യൻ മഴയത്തു തന്നെ നിൽക്കും. അതാണ് ജിൻഡോ ജോണിൻ്റെ വർത്തമാനം. തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ ശബ്ദമാണ്, കോൺഗ്രസിൻ്റെ വേർഷനാണ്, സംശയമൊന്നുമില്ല.
അതുകൊണ്ട് ആ കുടുംബത്തിന് നീതി എവിടെ എന്നുള്ള ചോദ്യം ന്യായമായിട്ടും കേരള സമൂഹത്തിൽ ഉയരുന്നുണ്ട്. ആത്മഹത്യ കേരളം ഒരു സെൻസിറ്റീവ് സമൂഹം തന്നെയാണ് മാധു. കേരളത്തിൽ ആത്മഹത്യ ഒരു വലിയ വിഷയമാണ്. അതാണ് കണ്ണൂർ ADMന്റെ ആത്മഹത്യ തീ കത്തിച്ചില്ലേ കേരളത്തിൽ, ഭയങ്കര സംഭവമായില്ലേ. PP ദിവ്യയെ നിർത്തിപ്പൊരിച്ചില്ലേ മാധ്യമങ്ങളും കേരള സമൂഹവും ഒന്നിച്ച്. അല്ല, ഇപ്പോഴും ആ അധിക്ഷേപം തീരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ ഹണിറോസിന്റെ പരാതി വന്നതിന് തൊട്ട് പിന്നാലെ അവർക്കെതിരെ അധിക്ഷേപം ഉണ്ടായിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീ എന്ന നിലയിൽ കൂടി ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനൊന്നും കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയധികം ആക്രമണം അവർ ഈ കേസിൽ നേരിട്ടിട്ടുണ്ട്. അവരെ നിർത്തിപ്പരിച്ചു, സംശയമൊന്നുമില്ല. ഈവൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം പോലും PP ദിവ്യക്കെതിരെ തിരിഞ്ഞിട്ട് ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട ADMന്റെ കുടുംബത്തോടൊപ്പം നിലയുറപ്പിച്ചു. പാർട്ടിക്കകത്ത് തന്നെ, CPM പോലെ ഒരു പാർട്ടിക്കകത്ത് തന്നെ അത് വലിയ റിഫ്റ്റ് ഉണ്ടാക്കി. അത് ആത്മഹത്യ വലിയ വിഷയമാണ്. ഇവിടെ NM വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കേരള സമൂഹത്തിലൊരു വിഷയം തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ മാത്രം വിഷയമല്ല. അതുകൊണ്ടാണ് മാധു ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. അത് വലിയ വിഷയമാണ്. ഈ ആത്മഹത്യ ഇതൊരു ഭീകരമായ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് അഴിമതിയുണ്ടെന്നുള്ളതാണ് ആ ഭീകരതയുടെ വ്യാപ്തി കൂട്ടുന്നത്. അതിൻ്റെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞാലേ പറ്റൂ. ജിൻഡോ ജോൺ ഇപ്പം പറയുന്നതൊക്കെയും തൊടുന്യായങ്ങളാണ്. പറയുന്നതിൽ ഖേദമുണ്ട് ജിൻഡോ ജോൺ. ഈ പറയുന്നതൊക്കെ തൊടുന്യായങ്ങളാണ്. ഒരിടത്തും നിൽക്കാനാവാത്ത, നിലയുറപ്പിക്കാനാവാത്ത ന്യായങ്ങളാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാനെങ്കിലും, കോൺഗ്രസ് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനെങ്കിലും ഇതിന് ഉത്തരവാദികളായവരുടെ പേരിൽ ബഹുമാനപ്പെട്ട അന്തരിച്ച ആത്മഹത്യ ചെയ്ത, ഒരു അഴിമതിയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത ആ വ്യക്തിയോട് അല്പമെങ്കിലും ബഹുമാനവും സ്നേഹവും കരുതലുമുണ്ടെങ്കിൽ നടപടിയെടുക്കണം. അതിന് നേതൃത്വം മുന്നോട്ട് വരണം. അതിന് ജിൻഡോ ജോൺ പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്തണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പോൾ CPM നിരന്തരമായി അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. നിങ്ങൾ നൈറ്റ് മാർച്ച് അടക്കം IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തി. സ്പീക്കർക്ക് കത്ത് നൽകുന്നു എന്ന് അറിയുന്നു. നിങ്ങൾ ഈ പ്രക്ഷോഭം, ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇതിൽ ഗൗരവമായ രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും അത് അംഗങ്ങൾ, അതിൽ ഡയറക്ടർ ബോർഡ്. ആ ഡയറക്ടർ ബോർഡിന് ഈ പറയുന്ന പോലെ ഇപ്പോൾ 2 കത്തുകൾ സംബന്ധിച്ച് എന്നോട് പറഞ്ഞല്ലോ. 17 പേരെ നിയമിക്കാനുള്ള ഒരു കത്ത്, ഇപ്പോൾ നിയമിച്ച ആളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള IC ബാലകൃഷ്ണൻ്റെ കത്ത്. ഇങ്ങനെ കത്ത് കൊടുത്ത് ആളുകളെ നിയമിക്കാൻ ബാങ്ക് ഭരണസമിതിക്ക് ഏതെങ്കിലും നിലക്ക് അധികാരമുണ്ടോ? അതിൽ ധാർമ്മികമായ എന്തെങ്കിലും കാര്യമുണ്ടോ? മറുപടി പറയണ്ടേ? പരസ്യമായിട്ട് വന്നിരിക്കുന്ന കാര്യമാണല്ലോ. ഈ കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ഓരോ സംഭവത്തിലുള്ള ഉത്തരവാദികളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 2 സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഈ കത്തിൽ പറയുന്ന നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുമായിരിക്കും ഉത്തരവാദികൾ എന്ന കാര്യം കൃത്യമായിട്ട് 2 സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? പിന്നെ അവിടെ ചെന്നിട്ട് ഈ ബാധ്യതയെല്ലാം ഏറ്റെടുക്കാമെന്ന് IC ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ നൽകിയ ഉറപ്പെന്താണ്? ഈ 22 പേരുടെ സീറ്റിൽ അവർ നിയമിച്ചു കഴിഞ്ഞാൽ അതിന് പണം നൽകാം എന്നതിനെ സംബന്ധിച്ച് നേതാക്കന്മാർ നൽകിയ ഉറപ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നിയമനം നടത്തിയതിനെ സംബന്ധിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് 2 പേരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും സാമാന്യഗതിയിൽ ഒരു അന്വേഷണം ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ് അവിടെയുള്ള നിയമനത്തിൽ കൃത്യമായ കൈക്കൂലി വാങ്ങാറുണ്ട്. നിയമിക്കുന്ന കോൺഗ്രസിനാണെങ്കിൽ പോലും കോഴ വാങ്ങുന്നുണ്ട്. ആ കോഴ വാങ്ങുന്നതിൽ ഈ പറയുന്ന DCC നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്, പ്രസിഡന്റും ട്രഷററും എല്ലാം ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കടമാണ് യഥാർത്ഥത്തിൽ, അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കടമാണ് ഇദ്ദേഹത്തിന് ജീവനെടുക്കാൻ കാരണമായത്. അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കേണ്ടതല്ലേ എന്ന് മാത്രം. ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന കാര്യം എന്താ? വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് മരണത്തിന് ശേഷം ഉറപ്പ് കൊടുത്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മകനും മകൻ്റെ ഭാര്യയും ചെന്നിട്ട് അവർക്ക് എഴുതിയിരിക്കുന്ന കത്ത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവിനും. അവരോട് എടുത്ത സമീപനം എന്താണ് എന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു. എത്ര അന്യായമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മാനസിക സ്വാസ്ഥ്യമുള്ളൊരു കുട്ടിയെ 7 കൊല്ലക്കാലം ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് പണിയെടുപ്പിച്ചിട്ട് DCC പ്രസിഡന്റ്, അവിടെ DCC ട്രഷററുടെ മകനാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ, മറ്റൊരാൾ നിയമിക്കാൻ വേണ്ടിയിട്ട് കത്ത് കൊടുക്കുന്നു. എന്നിട്ട്
മറ്റേ ജോലി 7 കൊല്ലക്കാലം കഴിഞ്ഞ് പിരിച്ചുവിടുന്നു. അതിനെ സംബന്ധിച്ചൊന്നും ഒരു പാർട്ടി എന്ന നിലക്ക് ഒരാലോചന നിർത്താൻ കഴിയാത്തൊരു പാർട്ടിയാണോ വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി? ഒരുപാട് സ്ഥാപനങ്ങൾ കയ്യിലുള്ള പാർട്ടിയല്ലേ വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ എത്ര നിർലജ്ജമായിട്ടാണ്, എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് ഈ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നല്ലേ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന് സൂചനയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനത്തിന്റെ സൂചന എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന വിമർശനം. നോക്കിപ്പോ PP ദിവ്യ ഈ കേസ് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യപ്പെടുന്ന അവിടെയാണ്. PP ദിവ്യ സംസാരിച്ചതിന്റെ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കേരളം മുഴുവനും കണ്ടു. വലിയ തോതിൽ അതിനെതിരെ ജനകീയ വികാരമുണ്ടായി. പാർട്ടിയുടെ തന്നെ പത്തനംതിട്ട ജില്ലാ ഘടകം കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടി നടപടിയെടുത്തു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. പിന്നീട് ധനകാര്യ സ്ഥിരം സമിതി അംഗമായിട്ട് നിയമനം കൊടുത്തു എന്നതും വലിയ വിവാദമാവുകയുണ്ടായി. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റിയുടെ അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മാധു, എനിക്ക് മറുപടി പറയാനായിട്ടൊരു സമയം തന്നെ. നമ്മൾ ഈ വക്കോലിട്ട് ചക്ക വെട്ടുന്ന പോലെ എനിക്ക് പറഞ്ഞ ഇത് ക്ലാരിറ്റി വരില്ല, കേൾക്കുന്നവർക്കൊരു ഇത് വരണ്ടല്ലോ. എൻ്റെ ഭാഗം പറയാൻ എനിക്ക് കുറച്ച് സമയം മതി. ഞാൻ പറയുന്ന PP ദിവ്യയുടെ കേസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. PP ദിവ്യയുടെ ലൈവായിട്ട് ഇത്തരം ഇടപെടൽ നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇവിടെ NM വിജയൻ്റെ മരണശേഷം പുറത്തു വന്നിട്ടുള്ള കത്തുകൾ, പല കത്തുകൾ വന്നിരുന്നു. ആ കത്തുകളുടെ ക്ലാരിറ്റിയെ കുറിച്ചിട്ട്, കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, NM വിജയൻ്റെ ഓൾറെഡി പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത വിഷയം ഇതിൽ പരാമർശിക്കുന്നു. എന്നാൽ കൊടുക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ പരാതി ഉയർന്നു വന്ന വിഷയങ്ങൾ കത്തിൽ കാണുന്നില്ല. ഈ അടുത്ത ദിവസങ്ങൾ, ആത്മഹത്യയുടെ തൊട്ടടുത്ത ദിവസങ്ങളാണ് എഴുതിയ കത്താണെങ്കിൽ അങ്ങനെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കുമ്പോൾ എന്തുകൊണ്ട്? ഇനി ഞാൻ പറയുന്നത് തൊടുന്യായമാണെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാദം കേരളത്തിൽ ആദ്യം പറഞ്ഞത് അയ്യനാടി സർവീസ് സഹകരണ ബാങ്കിലാണ്. അപ്പം ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയല്ലേ. ഞങ്ങളുടെ കയ്യിൽ സർക്കാരില്ല, പോലീസില്ല, അധികാരമില്ല, അന്വേഷണ ഏജൻസികളില്ല. സംഘടനാപരമായി നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി വരണം. ഞങ്ങൾ അന്വേഷിക്കും, നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നടപടി സ്വീകരിക്കും. അതിനപ്പുറത്ത് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ. 2016 മുതലുള്ള വിജിലൻസ് റിപ്പോർട്ടുകൾ പൂഴ്ത്തി വച്ചിരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി വന്നിട്ട് കോൺഗ്രസിന്റെ ധാർമ്മികത ചോദിക്കുമ്പോൾ PP ദിവ്യയെ ജയിലിൽ നിന്ന് സ്വീകരിച്ച് അതിനുശേഷം പെരിയാർ കേസിലെ കൊടും കുറ്റവാളികളെ സ്വീകരിക്കാൻ PP ദിവ്യയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയ ആളുകളാണ് കോൺഗ്രസിന്റെ ധാർമ്മികത ചോദിക്കുന്നത്. രാഷ്ട്രീയമായി ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാം. ഇപ്പോൾ ധീരജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അതിന്റെ പേര്? എന്ത് പൈലിയാണ് ജിൻഡോ? നിഖിൽ പൈലി അല്ലേ? നിഖിൽ പൈലി രാഷ്ട്രീയമായി ഫ്രെയിം ചെയ്യപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കൊരു ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയുമായി സഹകരിപ്പിക്കുന്നു. നിങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷിച്ച് ഈ പറയുന്ന ആൾ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടക്കമുള്ളവർ ആരോപിക്കപ്പെട്ടതാണ്, ഫ്രെയിം ചെയ്യപ്പെട്ടതാണ്, ഈ കത്ത് വ്യാജമാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി നിയമം തീരുമാനിക്കട്ടെ എന്ന് നിങ്ങൾ രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റാൻഡ്. ഇപ്പൊ PP ദിവ്യയുടെ കാര്യത്തിൽ അവരൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തു. DYFI ഒരു കാലത്തും അവരെ തള്ളി പറഞ്ഞില്ല. ഈ പറയുന്ന അന്വേഷണം നടക്കുന്നുണ്ട്, പാർട്ടി സമ്മർദ്ദം ഉണ്ടായി, അവർ രാജിവെപ്പിച്ചു, പിന്നീട് സ്ഥാനം കൊടുത്തു, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നടപടി ഉണ്ടായി. ഒരു മിനിറ്റെങ്കിലും, ഒരു ദിവസമെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി അന്വേഷിച്ച് നിലപാടെടുക്കുന്നത് വരെ ഒന്നങ്ങോട്ട് മാറ്റി നിർത്താൻ പോലും നിങ്ങൾ തയ്യാറല്ല. മാധു, ഇതിനെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഇതിൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഡിബേറ്റിന് വരുന്നത്. ഇവിടെ പെരിയാർ കേസ് വന്നു, അല്ലെങ്കിൽ കൊടിസുനിയുടെ ജാമ്യം കൊടുത്ത കേസ് വന്നു, പരോൾ കൊടുത്ത കേസ് വന്നു, അല്ലെങ്കിൽ ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേറ്റ വിഷയത്തിൽ പോലും CPM എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരാതിരുന്നത്? വിജയരാഘവന്റെ വർഗീയ പരാമർശത്തിൽ ഒരു ചർച്ചയ്ക്ക് വന്നോ? കട്ടപ്പനയിലെ സാബു എന്ന് പറഞ്ഞ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ച വിഷയത്തിൽ CPM ചർച്ചയ്ക്ക് വന്നോ? നവീൻ ബാബുവിന്റെ ചർച്ചയ്ക്ക് വന്നോ? PV അൻവർ പത്രസമ്മേളനം വിളിച്ചതിനെ തുടർന്ന് 21 ദിവസം ഇവർ ചർച്ചയ്ക്ക് വന്നോ? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരാൻ വേണ്ടി ഇരിക്കുന്നില്ലേ? അത് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട്. ഇനി അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ മുമ്പിൽ പരാതി വന്ന സമയത്ത് അന്വേഷിച്ച് നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ആളുകളെ സ്വീകരിച്ച് ആനയിച്ച ആളുകളാണ് ഇവർ. ഇനി ഇപ്പോൾ പുതിയ പരാതികൾ വരുമ്പോൾ അതിൽ നിജസ്ഥിതി പരിശോധിക്കണം. ഞങ്ങൾക്ക് അത്ര വലിയ സ്പീഡിലുള്ള പാർട്ടി കോടതിയും സംവിധാനങ്ങളും ഇല്ല. ഞങ്ങൾക്കിത് പരിശോധിക്കണം. ഇനിയും കത്തുകൾ വരാനുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇനി ഞങ്ങൾ കോഴ വാങ്ങിയാണ് നിയമിച്ചതെങ്കിൽ പ്രകാശം മാസ്റ്ററോട് ഒരു ചോദ്യം. CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി അംഗത്തിന്റെയും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അംഗത്തിന്റെ മക്കൾ എങ്ങനെയാണ് ഈ പ്രസ്തുത ബാങ്കിൽ ജോലിക്ക് കയറിയത്? കോൺഗ്രസ്സുകാർക്ക് കോഴ കൊടുത്തിട്ടാണോ എന്ന് നിങ്ങൾ പറയണം.
കോഴ കൊടുത്തിട്ടാണോ CPM നേതാക്കന്മാരുടെ മക്കൾ ഇത്തരം ബാങ്കുകളിൽ ജോലിക്ക് കയറിയത് എന്നുള്ള മറുപടി പറയണം. ഇനി ഡോക്ടർ സണ്ണിയെ നിങ്ങൾ സ്വീകരിച്ചില്ലേ? ഡോക്ടർ സണ്ണി അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന കാലത്ത് NM വിജയന്റെ മകന്റെ ജോലി കളഞ്ഞത്. 7 വർഷക്കാലം താൽക്കാലിക ജോലി ചെയ്ത മനുഷ്യനെ 2ാം റാങ്കിലുള്ള ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് നിങ്ങൾ വിലപിച്ചല്ലോ. അത് നടത്തിയ ആളെ സംരക്ഷിച്ചത് നിങ്ങളാ, ഞങ്ങൾ ഭരിക്കുന്ന സമയത്തല്ല. ഞങ്ങൾ NM വിജയനെ സംരക്ഷിക്കാനാണ് നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ അന്വേഷിച്ച് നടപടി സ്വീകരിച്ചവർക്കെതിരെ NM വിജയൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല. ഇനി അതിനപ്പുറത്ത് സംഘടനാപരമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അല്ല ഞാൻ പറഞ്ഞല്ലോ, ജീവിതം അവസാനിക്കാൻ നേരത്ത് അദ്ദേഹം എഴുതി വെച്ച കത്തിൽ മകനെ സംരക്ഷിക്കണം, ജോലി കൊടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ മകനെ കൂട്ടി മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതിനുള്ള സാമാന്യ ബുദ്ധി പോലും കോൺഗ്രസ്സുകാർക്ക് ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ മാധു, ഒറ്റ കാര്യം കൂടി. കട്ടപ്പനയിലെ സാബു മരിച്ചപ്പോ, ആന്തൂറിലെ സാജം മരിച്ചപ്പോ, അയ്യനാടിലെ സിയാദ് മരിച്ചപ്പോ, തലപ്പുഴയിലെ അനിൽകുമാർ എന്ന് പറയുന്ന CPM-കാരൻ സ്വന്തം രക്തത്തിൽ കത്തെഴുതി വെച്ച് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്കെതിരെ കത്തെഴുതി വെച്ച് മരിച്ചപ്പോ നിങ്ങളുടെ ധാർമ്മികത എവിടെയായിരുന്നു? ഞങ്ങൾ ഈ വിഷയത്തിൽ വന്ന് നിങ്ങൾ അഡ്രസ് ചെയ്യല്ലേ? പ്രകാശ് മാസ്റ്റർ ചോദ്യത്തിന് ഞാൻ മറുപടി നടപടി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ജിൻഡോയോട് പാനലിസ്റ്റ് എന്ന നിലയ്ക്കും പ്രേക്ഷകരോട് പൊതുവിലും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി വന്നിരുന്ന ചർച്ച ചെയ്യുന്നില്ല, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ തുടർഭരണം കിട്ടിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. നമ്മളൊരു 365 ദിവസം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും 300 ദിവസവും ചർച്ച എങ്ങനെയാണ്? രാഷ്ട്രീയ ചർച്ച സ്വാഭാവികമായും സർക്കാരിനെതിരെയായിരിക്കും. കോൺഗ്രസിനെതിരെ വല്ല കാലത്തും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നിങ്ങളുടെ പടലപ്പിണക്കം, നിങ്ങളുടെ ഗ്രൂപ്പ് ഇഷ്യൂ ഒക്കെയാണ്. അതിലൊന്നും KPCC ആരും വരാറില്ല. സർക്കാരിന്റെ സഹകരണ വകുപ്പാണ് കേട്ടോ ജിൻഡോ, നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ച സംസ്ഥാന തലത്തിൽ ഉണ്ടാവാറുള്ളത്. ജിൻഡോ ഒന്ന് പറയട്ടെ, അതിൽ KPCC എന്തായാലും അതിഥികളെ നൽകാറില്ല. പിന്നെ പ്രതിപക്ഷത്തിരുന്നിട്ടും അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്നത് ആരുടെ കുറ്റമാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ വിഷയത്തിൽ വയനാട്ടിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർ ഭരണം കിട്ടിയ പിണറായി വിജയന്റെ സർക്കാർ 2016 മുതൽ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നത് സഹകരണ വിജിലൻസ് ഏറ്റവും അടിയന്തരമായ നടപടി സ്വീകരിക്കാം. 5 ദിവസം അറസ്റ്റ് പാടില്ല എന്ന് പറയുന്ന കോടതി ഉത്തരവാണ് നിലവിൽ IC ബാലകൃഷ്ണൻ വലിയ ആശ്വാസമായിരിക്കുന്നത്. ബാംഗ്ലൂരിൽ കർണാടകത്തിൽ കൂട്ടുകാരന്റെ കല്യാണം കൂടാനോ മറ്റോ പോയി എന്ന് പറയുന്ന ഒരു ലൈവ് വന്നത് പോലും കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന് ശേഷവുമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്നത് ആരുടെ ഗതികേടാണ് എന്ന് കോൺഗ്രസ് പാർട്ടി സ്വയം ആലോചിച്ചാലും മതിയാകും എന്ന് തോന്നുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.